വർഷങ്ങൾക്ക് മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർ പിന്നീടൊരു യോഗ്യത പരീക്ഷ നേടിയിട്ട് വേണം പിന്നെ സർവീസിൽ തുടരാൻ എന്നതാണല്ലോ ടെറ്റ്. സുപ്രീം കോടതി അതിനെ അംഗീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല, നടപ്പാക്കുകയേ നിവൃത്തിയുള്ളൂ. നമ്മൾ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷണത്തിൽ ഈ പിന്നെ വയലൻസും അതുപോലുള്ള അക്രമവാസനകളൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള പിന്നെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ക്ലാസ്സുകളിലൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകാനുള്ള ആലോചനയാണ് പുരോഗമിക്കുന്നത്. ഇതുവഴി ആശങ്ക ഒരു പരിധിവരെയെങ്കിലും അധ്യാപകരുടെ ഒഴിവാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഈ കേട്ടറ്റ് വിധിയിൽ ഒരുപാട് പിന്നെ ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പല നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു, അതിലെ പല കോടതി വിധിയെ. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ അധ്യാപകർക്ക് പരമാവധി പിന്നെ സഹായകരമാകുന്ന വിധത്തിൽ ആ വിധിയെ ഒന്ന് പിന്നെ തീരുമാനിച്ച് കിട്ടേണ്ടതുണ്ട്. അതിൽ ചില കൺഫ്യൂഷനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യവും കൂടി അറിയിച്ചു കൊണ്ടുള്ളൊരു ക്യൂറേറ്റീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർ പിന്നീടൊരു യോഗ്യത പരീക്ഷ നേടിയിട്ട് വേണം പിന്നെ സർവീസിൽ തുടരാൻ എന്നതാണല്ലോ ടെറ്റ്. അതിപ്പോൾ പിന്നെ അങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു നിർദ്ദേശം വരികയും സുപ്രീം കോടതി അതിനെ അംഗീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല, നടപ്പാക്കുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആശയക്കുഴപ്പങ്ങൾ ആ കാര്യത്തിൽ വരുന്നുണ്ട്. അത് ഇപ്പോൾ കോടതി 2028 വരെ സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കേട്ടിട്ട് പാസ്സായാൽ മതി. പക്ഷേ അത് പ്രമോഷനെ കൊടുക്കാൻ പാടില്ല എന്നും അതുവരെ പ്രമോഷൻ കൊടുത്തിട്ട് 28ൻ്റെ ഉള്ളിൽ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അത് പിന്നെ പഴയ അവസ്ഥയിലേക്ക് മാറ്റണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്പഷ്ടീകരണം, ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞങ്ങൾ ചേർന്ന യോഗത്തിൽ ഈ പിന്നെ ഒരു പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. നിയമോപദേശം തേടിയിട്ടുണ്ടോ അതിൽ? ഇന്നലത്തെ യോഗത്തിൽ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്പെഷ്യൽ GPയും അതുപോലെ തന്നെ പിന്നെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ ഓൺലൈനായിട്ടും ഞാനും സെക്രട്ടറിയും DGയും മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ പിന്നെ നേരിട്ടും അങ്ങനെയാണ് ആ യോഗം നടത്തിയത്. അപ്പോൾ അതിൽ പിന്നെ പല വിധത്തിലുള്ള സംഗതികൾ ആ കാര്യത്തിലുണ്ട്. അപ്പോൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ബാധകമല്ല എന്നുള്ളൊരു വേർഷനുണ്ട്. എന്നാൽ അത് അന്തിമ വിധിക്ക് ഇത് പിന്നീട് ഒരു ലാർജർ ബെഞ്ചിന് വിട്ടിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ലാർജർ ബെഞ്ചിൻ്റെ വിധിക്ക് അനുസൃതമായിട്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ ആശയക്കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു 4-5 പോയിന്റിൽ കൃത്യമായ തീരുമാനമെടുക്കാനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷനിലൂടെ സുപ്രീം കോടതിയോട് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കരുവാറ്റയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഉൾപ്പെട്ട ഒരു 13 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് കുട്ടികളിലെ ക്രൈം വാസന കൂടുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായിട്ടുള്ള ഒരു ഇടപെടൽ സ്കൂൾ തലത്തിൽ നടത്താൻ ആലോചിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷണത്തിൽ ഈ പിന്നെ വയലൻസും അതുപോലുള്ള അക്രമവാസനകളൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള പിന്നെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ക്ലാസ്സുകളിലൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതലായിട്ട് അതൊക്കെ ഉൾപ്പെടുത്തണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ VD സവർക്കറുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ അധ്യാപകന് അനുകൂലമായിട്ടൊരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ സർക്കാരിൻ്റെ തുടർ നടപടി എങ്ങനെയാണ്? അല്ല, അത് ഏതൊരു പിന്നെ സർക്കാർ നടപടികളിലും അത് ബാധിക്കുന്ന വ്യക്തിക്ക് കോടതിയിൽ പോകാം. കോടതി ഈ കാര്യത്തിൽ തീർപ്പ് വരുന്നത് വരെ ചിലപ്പോൾ ഇൻ്ററിം സ്റ്റേകൾ അനുവദിക്കാറുണ്ട്. അതല്ലാതെ അതൊരു അസാധാരണ നടപടിയൊന്നുമല്ല, വളരെ സാധാരണമായൊരു നടപടിയാണ്. ഏതായിരുന്നാലും ആ കേസ് ഞങ്ങളുടെ ഒരു നിലപാടുണ്ടല്ലോ, സർക്കാരിൻ്റെ നിലപാട്,
അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പിന്നെ അച്ചടക്ക ലംഘനം കാണിച്ച അധ്യാപകനെതിരെ നടപടിയെടുത്ത്. ആ നടപടി വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ അത് ആ കേസുമായിട്ട് മുന്നോട്ട് പോകും. തിരിച്ചടിയായി കരുതാൻ കഴിയില്ല. അല്ല, ഒരു താൽക്കാലിക സ്റ്റേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. അവസാനം മറ്റേ കാര്യം കൂടി, ഈ PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഉപസമിതി ചേരേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? എന്നത്തേക്ക് പറ്റും? ഒരു ഇപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓണാവധിയൊക്കെ അല്ലേ, ഇത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഓണത്തിന് ശേഷം ഇരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം നമ്മോടൊപ്പം വിവിധ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിന് റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.